90% മാനുഫാക്ചറിങ് കമ്പനികളും ഫേസ് ചെയ്യുന്നത് സത്യത്തിൽ ജീവനക്കാരുടെ പ്രശ്നം തന്നെ അല്ല. ശരിക്കും അവിടെ ഒരു ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ പ്രോബ്ലമാണ്. എന്താണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ പ്രോബ്ലമാണ്. ഓരോ തവണ ജീവനക്കാർ രാജിവെക്കുമ്പോഴും കമ്പനി ഉടമകൾ എന്താ പറയാ, ആ ജീവനക്കാരൻ ശരിയല്ല എന്നറിയാം. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ എന്താ പറയുക, ടീം ശരിയില്ല, അതുകൊണ്ടാണ് എന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് എന്ന് പറയും. ടാർഗറ്റ് മിസ് ചെയ്യുമ്പോഴോ ഉടനെ പറയാം ഈ മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ മാർക്കറ്റിൽ ഒന്നും ശരിയല്ല, എല്ലാവരും ബുദ്ധിമുട്ടുന്നു, അതുകൊണ്ടാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുക. പക്ഷേ 100 കണക്കിന് ബിസിനസ് ഓണർമാരെ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ബിസിനസ് ഓണർമാരെ മീറ്റ് ചെയ്തപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. ജീവനക്കാരെ നിലനിർത്തുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒട്ടുമിക്ക കമ്പനികളും പലപ്പോഴും അവരുടെ സിസ്റ്റംസ് കൊണ്ടും അവരുടേതായിട്ടുള്ള തെറ്റുകൾ കൊണ്ടും മാത്രമാണ് നല്ല ജീവനക്കാരെ അകറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് വളരെ 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 റെയർ ആയിട്ടായിരിക്കും ജോലി ബുദ്ധിമുട്ടായ കാരണം ജീവനക്കാരെ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ക്ലാരിറ്റി ഇല്ലാതാവുമ്പോഴാണ് അവർ രാജിവെക്കുന്നത്. അവർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കമ്പനിയിൽ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകടനം, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അളക്കുന്നത്, അവർക്ക് അടുത്ത ലെവലിലേക്ക് എങ്ങനെയാണ് വളരാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അറിയാതാവുമ്പോൾ അവരുടെ മൈൻഡ് ബ്ലാങ്ക് ആവുന്നു. അവർ എന്തിനു വേണ്ടി ജോലിക്ക് വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നു. അതോടുകൂടി അവർ രാജിവെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർക്ക് മോട്ടിവേഷൻ ഇല്ലാതാവുന്നു അല്ലേ. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിവ്യൂ മീറ്റിംഗ് വരുമ്പോൾ അക്കൗണ്ടബിലിറ്റി പ്രശ്നം വരും. അപ്പോൾ അവർ രാജിവെക്കുന്നു. കാരണം എഫിഷ്യന്റ് ആയിട്ടുള്ള ജീവനക്കാരെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ കയറി വന്നാൽ കുറച്ചുപേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവനക്കാരെ മാത്രം ആശ്രയിക്കാതെ, അതും എഫിഷ്യന്റ് ആയിട്ടുള്ള ജീവനക്കാരെ മാത്രം ആശ്രയിക്കാതെ സിസ്റ്റംസിനെ ആശ്രയിക്കുമ്പോഴാണ് ഒരു കമ്പനി വിജയിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള VSOP, എന്താണ് ക്ലിയർ ആയിട്ടുള്ള VSOP, നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസ്, വ്യക്തമായിട്ടുള്ള കാരിയർ ഗ്രോത്ത് ലാഡർ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു കമ്പനിക്ക് വിജയിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ജീവനക്കാരല്ല, ഓരോ ജീവനക്കാരനും അവിടെ ആരായിട്ട് മാറുന്നു, സൂപ്പർ സ്റ്റാറുകളായിട്ട് മാറുന്നു. ഇതേപോലെയുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേജ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്.